ഹലോ എൻ്റെ കുഞ്ഞുമക്കളെ, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പൊയ്ക്കോളട്ടാ. നിങ്ങൾക്ക് ഇത് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, സൗകര്യം ഇല്ലെങ്കിൽ കേൾക്കും വേണ്ട. ഞാൻ ആരും നിർബന്ധിക്കണില്ല. എന്താ പറഞ്ഞു വന്നതെന്ന് അറിയോ? ഏത് കുട്ടികളാണെങ്കിലും വായെടുത്ത് പറഞ്ഞാൽ അറിയും. നിങ്ങൾ വയസ്സായ ആൾക്കാർ, 90-ലെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ, ഞങ്ങൾ 2025 പക്ഷേ മനുഷ്യർക്ക്, ഏതൊരു മനുഷ്യൻക്കാണെങ്കിലും സമൂഹത്തിലും പുറത്തും വീട്ടിലും ഒക്കെ ഒരു അഭിമാനം, ഒരു മാനം, നാണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു സംഭവം ഇല്ല. ഒരിക്കലും ഉണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കൂല. അന്നത്തെ ആൾക്കാർക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരെ സ്നേഹിക്കണം, ഇളയവരെ അത്രയും കെയർ ചെയ്യണം എന്നൊക്കെ പഠിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ചെയ്യണില്ല, അതൊന്നും ഇല്ലേനും. ഒരു വലിയൊരു മൂത്തൊരു നമ്മളെക്കാട്ടും പ്രായമുള്ള ഒരാളെ കണ്ട ബഹുമാനം എന്ന് പറഞ്ഞ സംഗതി ഒരു കുട്ടികൾക്ക് ഇന്നില്ല. അത് സ്വന്തം വീട്ടിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പുറത്തില്ലാത്തതും. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഞാൻ പറഞ്ഞിട്ടേ, ഇന്നിപ്പോ ഒരു പുറത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, ഒരു സ്ത്രീ തന്നെ പറയാണെന്ന് വിചാരിച്ചോളി, എത്ര കൂളായിട്ടാണ് ഇന്നെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഇന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിന്ന് എത്ര ചിരിച്ചുകൊണ്ടാണ് അഭിമാനത്തോട് കൂടിയിട്ടാ പറഞ്ഞത്. ഇന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുമാണ് സമൂഹത്തിന്റെ ഇടയിൽ വില നിലയുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടാ? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രശ്നം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള അയൽവാസികൾ പോലും അറിയിക്കാത്ത രൂപത്തിൽ എന്തെന്നറിയോ, ചീത്തപ്പേര് എന്ന് പറയും. ആ കുടുംബത്തിനൊരു ചീത്തപ്പേര് എന്നാ പറയാ. ഇന്ന് ആ ചീത്തപ്പേര് കിട്ടണം എന്ന് തോന്നണു. എനിക്ക് തോന്നുന്നതാ. ഇന്ന് ആ ഒരു ചീത്തപ്പേര് കിട്ടിയാലാണ് അഭിമാനം എന്ന് തോന്നുന്നു, അല്ലേ? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അന്ന് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു പുരുഷനാണെന്നുണ്ടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരറിയും, അല്ലെങ്കിൽ അവർ കേൾക്കും, അല്ലെങ്കിൽ അവർ അറിയും. മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇന്ന് ആ വക സംഗതി ഇല്ല. മാനം നാണം എന്ന് പറഞ്ഞ സംഭവം ഇന്നത്തെ സമൂഹത്തിനില്ല. ഒരുപാട് വീഡിയോസുകൾ, ഒരുപാട് ഫോട്ടോസുകൾ, ഒരുപാട് കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമുക്കൊക്കെ മക്കളുണ്ട്, അവരൊക്കെ എന്താവും എങ്ങനെ ആവും ഒന്നും പറയാൻ കഴിയൂല. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അവനാൻ്റെ ശരീരവും അവനാൻ്റെ ആ ഒരു മാന്യം നാണം എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിന് മാനത്തിന് ഒരു വില ഉണ്ട്. ഒരു മനുഷ്യന്റെ മാനത്തിന് ഒരു വില ഉണ്ട്. ആ മാനം എന്താ പറയാ, സമൂഹത്തിന്റെ ഇടയിൽ വഷളായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒന്നിനും കൊള്ളൂല. അത് നിങ്ങൾക്കൊരു ചീത്തപ്പേര് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചീത്തപ്പേര് ഒരു ജന്മത്തിൽ മാറൂല. എന്നും നിങ്ങൾ ആ ഒരു കള്ളൻ എന്നുള്ള പേര് വീണിട്ട് മനുഷ്യന് കള്ളൻ തന്നെ ആവും. അതുപോലെ തന്നെയാണിത്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും